ഇന്നത്തെ റെസിപ്പി ഒരു പഴയ കാല നാടൻ പലഹാരമായ അവൽക്കപ്പയാണ്. പുതിയ തലമുറയ്ക്കൊന്നും ഈ അവൽക്കപ്പ കേട്ടിട്ടുണ്ടാവില്ല. പണ്ടുള്ള കാലങ്ങളിൽ 4 മണിക്കുള്ളൊരു പ്രധാന ഭക്ഷണമായിരുന്നു ഈ അവൽക്കപ്പ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണവുമാണ്. പണ്ടൊക്കെ കപ്പ ഇതുപോലെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. ഇതിന്റെ രുചി വളരെ നല്ലതാണ്. ഈ അവൽക്കപ്പ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. അവലുകപ്പ ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കിലോ കപ്പ നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കിനി ഒന്ന് തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് ഉടനെ തന്നെ കോരിയെടുക്കുകയും വേണം. തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ അതിൻ്റെ പശ പോകുന്നിടം വരെ കഴുകിയിട്ട് നമുക്ക് വാലിക്ക് വെക്കാം. ഒരു പാത്രത്തിനകത്ത് ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കപ്പ അതിലേക്കിട്ട് വേകാൻ അനുവദിക്കരുത്. ഒന്ന് നല്ലതായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിത് ഊറ്റിയെടുക്കണം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്ക് കപ്പയെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് തിളയ്ക്കാനായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതിനകത്ത് വെക്കാം. തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ആ പശമയമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ടാപ്പ് തുറന്ന് നല്ലതുപോലെ വെള്ളം ഒഴിച്ചാലേ ആ പശമയം പോകത്തുള്ളൂ. നമുക്കൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ പശയെല്ലാം കളഞ്ഞു. നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് നല്ലപോലെ വെള്ളം പോകുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതുപോലെ ഇതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ചും കൂടെ വെള്ളം ഒന്ന് വലിഞ്ഞോട്ട് നിട്ട് നമുക്കിത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കണം. നമ്മളിത് ട്രേയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. 3 ദിവസം കൊണ്ട് നമ്മൾ നന്നായിട്ട് ഈ അവൽക്കപ്പ ഉണക്കിയെടുത്തതാണ്. നല്ല കിരികിരാന്നുള്ള ഇതിലാണ് നമ്മൾ ഉണക്കിയെടുത്തത്. ഈ കപ്പ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഉണക്കിയെടുത്ത അവലുകപ്പ നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്തു. ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തു. തേങ്ങ കൂടിയാലും കുഴപ്പമില്ല. 1 കപ്പ് ശർക്കര ഞാൻ ചീകിയെടുത്തതാണ്. ഈ അവലുകപ്പ ഉണ്ടാക്കുന്നതിന് ശർക്കര പാനിയെക്കാട്ടിൽ ഇങ്ങനെ ചീകിയെടുക്കുന്ന ശർക്കരയാണ് വേണ്ടത്. ഈ ശർക്കരയിൽ കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ചീകിയെടുത്തത്. അവലുകപ്പ ഉണ്ടാക്കുന്നതിന് ശർക്കര ചീകിയതാണ് നല്ലത്. ഈ അവലുകപ്പയിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ വേണം. നമുക്കിതിനും പൊടിച്ചെടുക്കാം. പണ്ടൊക്കെ ഉരുളിലാണ് ഇത് ഇടിച്ചെടുത്തിരുന്നത്. ഇപ്പം അതൊക്കെ ഇല്ലാതായി. നമുക്ക് ഈ കപ്പ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ കപ്പ 2ആയിട്ടിട്ട് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. നമുക്കിത് അടച്ചൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇത് നമ്മൾ പൊടിച്ചെടുത്തു. ബാക്കിയും കൂടെ നമുക്കൊന്ന് പൊടിച്ച് ഒന്നിച്ചെടുക്കാം. കപ്പ നമ്മൾ പൊടിച്ചെടുത്തു. രണ്ടും ഒന്നിച്ച് ഞാനിട്ടു. നോക്കിയേ, ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇങ്ങനെ തരിതരിയായിട്ടേ കിടക്കത്തുള്ളൂ. ഇതിൽ കൂടുതൽ ഇത് പൊടിയത്തുമില്ല. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് തേങ്ങ എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കാം. ചീകിയെടുത്ത 1 കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒത്തിരി ഇട്ടങ്ങ് അടിക്കരുത്. കൂടുതൽ അടിച്ചു പോയെങ്കിൽ അത് വെള്ളമായി പോകും. അങ്ങനെ വെള്ളമാകരുത്. തരിതരിയായിട്ട് തന്നെ നമുക്ക് കിട്ടണം. നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മളിതൊന്ന് അടിച്ചെടുത്തു. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ശർക്കരയും തേങ്ങായും എല്ലാം നല്ല രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വേണേ ചേർക്കാം. ഇതുപോലെയാണ് ഈ അവലുകപ്പ ഇരിക്കേണ്ടത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.